important is Malayalam to a Malayali? What is your perspective? I'm a proud Malayali and I was born and raised in Kuwait and yet എന്നെ എല്ലാ രീതിയിലും Can you speak in Malayalam? യെസ് ഐ കൻ മലയാളത്തിൽ സംസാരിക്കാം. അതാണ് നല്ലതെന്ന് തോന്നുന്നു. ഓക്കെ. ഞാൻ കുവൈറ്റിലാണ് ജനിച്ച് വളർന്നത്. അവിടെ ജനിച്ച് വളർന്നിട്ടും എന്നെ എങ്ങനെയാണ് ഇവിടുത്തെ പിള്ളേർ വളരുന്നത് അതേ രീതിയിലാണ് എന്നെ അച്ഛനും അമ്മയും വളർത്തിയിട്ടുള്ളത്. എങ്ങനെ നമ്മൾ ലഞ്ചിനൊക്കെ താഴെ ഇരുന്ന് ഭക്ഷണം കഴിക്കലും ഈവൻ ഡൈനിങ് ടേബിൾ ഉണ്ട് ഭംഗിക്ക് അവിടെ വെച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ എല്ലാ മലയാളികൾ ചെയ്യുന്ന രീതിയിൽ എല്ലാം മലയാളികൾ ആരും താഴെ ഇരുന്ന് കഴിക്കാറില്ലല്ലോ. ഞങ്ങളുടെ വീട്ടിൽ അത് ചെയ്യാറുണ്ട്. അതെ, ഒരു ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ അതൊക്കെയാണല്ലോ പുതിയ ട്രെൻഡ്, താഴെ ഇരുന്ന് കഴിക്കുന്നു എന്ന് പറയുന്നത്. അത് സംഭവിക്കാറില്ല. എന്നാലും പറഞ്ഞോളൂ, യു കണ്ടിന്യൂ. ഞാൻ ചമ്രം പടിഞ്ഞിരിക്കുന്നതിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളാണ്. വെരി ഗുഡ്, താങ്ക് യു. ആൻഡ് മലയാളം ഭാഷ, സോ മലയാളം ഭാഷ നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. ബീങ് എ മലയാളി നമ്മൾ അത് അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം അതാണ് നമ്മുടെ എത്നിസിറ്റി, അതാണ് നമ്മുടെ റൂട്ട്സ്. അത് നമ്മൾ വി ഷുഡ് ബി ഏബിൾ ടു ആക്സെപ്റ്റ് ഇറ്റ് ആസ് ഇറ്റ് ഇസ്. നമ്മുടെ ഇന്ത്യയിൽ കണ്ടുവരുന്നതാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഫാൻസിയാണ്, കുറച്ചും കൂടി മോഡേണൈസ്ഡ് ആണ് എന്നുള്ളൊരു സംഭവം നടക്കുന്നുണ്ടെങ്കിലും നമ്മൾ മലയാളം നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. ഐ ബിലീവ് ദാറ്റ്. നമ്മൾ ഇപ്പം കുറച്ചു മുമ്പേ ഒരു കോൺടെസ്റ്റൻ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തമിഴർ അവരുടെ ലാംഗ്വേജ് അവരുടെ ഭാഷയിൽ അവർ വളരെ വളരെ പ്രൗഡാണ്. അപ്പം എത്രമാത്രം മലയാളികളിലേക്ക് ഭാഷ എത്തിക്കാനായിട്ട് വാട്ട് വുഡ് ബി യുവർ കോൺട്രിബ്യൂഷൻ ഇൻ ഫ്യൂച്ചർ ബീയിങ് എ മലയാളി? ലോകമെമ്പാടുമുള്ള മലയാളികളിലേക്ക് ഭാഷ എത്തിക്കാനായിട്ട് വാട്ട് വുഡ് യു ഡു? എന്തായിരിക്കും നന്ദനയുടെ ഭാഗത്തു നിന്നുള്ള ഭാഷയ്ക്ക് വേണ്ടിയുള്ള, നമ്മുടെ മാതൃഭാഷയ്ക്ക് വേണ്ടിയുള്ള സംഭാവന ഭാവിയിൽ? അത് ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കാനും അത് അതെ. അറബി പഠിച്ചിട്ടുണ്ടോ? അറബി വായിക്കാൻ അറിയാം, എഴുതാനും അറിയാം. മലയാളം എഴുതാനും So I got the right contestant in fact. So I think I'll leave it here, but with a note that ഇനി തിരിച്ചു ചെന്ന് നമ്മുടെ ഭാഷയെക്കുറിച്ചും നമ്മുടെ ഭാഷ അറിയാനും ഭാഷ വായിക്കാനും ഭാഷ സംസാരിക്കാനും കൂടുതൽ ആൾക്കാരെ പ്രേരിപ്പിക്കാനായിട്ട് I think you should do something, being a contestant here. I will definitely make it a mission to learn Malayalam properly. Thank you. Leave it here. All the best, Nandana. Thank you so much, Nandana. And Nuthan ma'am, very interesting side note. I was actually wondering ഏത് വാക്കാണുള്ളത്, പിന്നെയാണ് റിയലൈസ് ചെയ്തത് നമ്മളുടെ എല്ലാവരുടെയും കൺമുമ്പിൽ തന്നെയുണ്ട്. അടിപൊളി, റൈറ്റ്? വി cannot express that word in English. സോ എങ്ങനെയുണ്ട് നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാവരും? അടിപൊളിയാണോ? ആണെങ്കിൽ എല്ലാവരും ഒന്ന് ഒരുമിച്ച് അടിപൊളി എന്ന് പറഞ്ഞേ. Come on. Definitely അടിപൊളി, all of them. അടുത്ത കണ്ടസ്റ്റന്റിനെ ഇൻവൈറ്റ് ചെയ്യാണ് അശ്വതി ആനന്ദ്. And to ask her the question, let me request Hafiz Shamsuddin to ask her the question again, please.
Hi, Shruti. Hi sir, how are you? I'm good. How are you? I'm great. Good. See, നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് ഡ്രഗ് അബ്യൂസ്, റൈറ്റ്? Like the whole new generation is coming up which has been influenced by the drugs and everything. What will you as a person, as an individual, do to influence them and say them not to go with it, and why? So thank you for the question sir. So I would say that എല്ലാവരും പറയുന്ന പോലെ തന്നെ നമ്മൾ എന്തും പഠിക്കുന്നത് നമ്മുടെ സ്കൂളിൽ നിന്നാണ്. സോ നമ്മൾ പല സബ്ജക്ട്സ് പഠിക്കുന്നുണ്ട്, നമ്മൾ പല ക്ലാസ്സസ് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ സോഷ്യൽ കോസസിന് വേണ്ടി കുറേ അവയർനെസ് ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. പല ക്ലാസ്സുകൾ എടുക്കുമ്പോൾ പോലും ഈ ആൻറ്റി നർക്കോട്ടിക്സ് അല്ലെങ്കിൽ ഈ ഡ്രഗ്സിനെ ബേസ് ചെയ്തിട്ടും നമുക്ക് ക്ലാസ്സസ് പഠിപ്പിച്ചു കൊടുക്കാം എന്നുള്ളൊരു കാര്യം നമുക്ക് സ്കൂൾ തൊട്ടേ തുടങ്ങാവുന്നതാണ്. ഇൻ കേസ് അങ്ങനെ സ്കൂൾ തൊട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ച് തുടങ്ങുമ്പോഴത്തേക്കും ആൾക്കാർക്ക് അത് വളരെയധികം എന്താണ് അവയർനെസ് സ്പ്രെഡ് ചെയ്യാനും അതിനെ പറ്റിയിട്ട് പഠിക്കാനും അതിൻ്റെ നെഗറ്റീവ്സ് എല്ലാവരിലൂടെയും ഷെയർ ചെയ്യാനും പറ്റുന്നതാണ്. സോ ഐ വുഡ് തിങ്ക് ദാറ്റ് ആസ് എ ഇൻഡിവിജ്വൽ ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് എനിക്ക് ഈ ഒരു വേദി കിട്ടുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഐ വിൽ സ്റ്റാർട്ട് ഫ്രം ദ ബേസ്. സോ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ്സ് ഓർ ആരെങ്കിലും എനിക്കറിയാവുന്ന ആൾക്കാർ ആരെങ്കിലും ഈ ഡ്രഗ്സിൻ്റെ കേസിലോട്ട് കയറുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ ഞാൻ എന്തെങ്കിലും രീതിയിൽ ഉള്ള ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ച് ഞാൻ തുടങ്ങും. സോ ഐ വുഡ് വാണ്ട് ദെം ടു സ്റ്റാർട്ട് ആൻഡ് ഐ വുഡ് വാണ്ട് ദെം ടു ടീച്ച് others to stop. So that's it. Yeah, thank you. Thank you. Thank you so much, Ashwati, for the wonderful answer. Inviting the next contestant, Amrita Suresh Kumar. Yes, ladies and gentlemen, we have Amrita all set to answer, and I think ഈ ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ റൗണ്ട് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ടേക്ക് ഫോർവേഡ് ചെയ്യുന്ന ഒരാൾ വിജയ് സാർ ആണ്. സോ വിജയ് സർ, can I request you to ask the question? And why is there a smile on your face now? Hi, Amrita. Hi sir. Amrita. നമ്മൾ ജീവിക്കാൻ. അപ്പോൾ ദൈവം എന്താ ഇങ്ങനെ ചെയ്യുന്നത്? Yes, but even if you are positive, fights will happen. But because each person has their own perspectives. So even if all are positive, the fights could still happen. So. അല്ല, ജിബു വളരെ കറക്റ്റായിട്ട് പറഞ്ഞു. സങ്കടം ഉണ്ടെങ്കിലല്ലേ സന്തോഷം ഉണ്ടാവുള്ളൂ. Yes, that's true. അപ്പോൾ ഈ 23 പേർക്കൊന്ന് ജയിക്കാൻ പറ്റുമോ? No. ഇതിൽ ഒരാളല്ലേ ജയിക്കുള്ളൂ. Yes. അപ്പോൾ സങ്കടങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ ദുഃഖവെള്ളിയാഴ്ച കഴിഞ്ഞാൽ ഒരു ഈസ്റ്റർ ഉണ്ടായിരിക്കും. Yes, sadness will happen, but I'm talking about like positivity. Like people should think positive. That's it.
അവരെ എല്ലാവരും നല്ല രീതിയിൽ ചിന്തിക്കുന്ന ഒരു സ്വർഗമായി മാറ്റും. പക്ഷെ വിജയ് സാർ പറഞ്ഞ ഒരു ചോദ്യത്തിന് ഉത്തരം വന്നില്ല. അതായത് ഇവിടെ മാറ്റാൻ പറ്റാത്ത നല്ല കാര്യങ്ങളൊന്നുമില്ല ഈ ഭൂമിയിൽ. യെസ്, നല്ല കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ലൈക്ക് അറ്റ്ലീസ്റ്റ് അമൃതയുടെ അച്ഛനും അമ്മേനെയും അവരെ തന്നെ വേണ്ട ഇനിയും. യെസ്, ഓഫ് കോഴ്സ്. അപ്പൊ അത് മാറ്റാൻ പറയുമോ? നോ, നെവർ. പറഞ്ഞോളൂ. No, I would never want to change my parents, my family, my and friends. all my best friends. ഫ്രണ്ട്സിനെയൊക്കെ ഒരുപാട് ഇഷ്ടമല്ലേ? Yes, of course. Yes. And one of my best friends is still here. She has come from far. എന്നിട്ട് ആ ഫ്രണ്ടിനെ മാറ്റണോ? No. Thank you, Amrita. Thank you so much. Thank you so much, Amrita. That turned out to be a fun interaction. Requesting the next contestant to step forward, Nimi K. Paul. And this time, let me request Jibu Jaran to ask her the question. So, over to Jibu Jacob. Thank you. Hello. Hi, sir. സ്കൂളുകളിൽ ലൈംഗിക വിദ്യാഭ്യാസം വേണമെന്നൊരു വിഭാഗം, വേണ്ടാന്ന് വേറൊരു വിഭാഗം. ഇതിലേതിനെയാണ് നിമി പിന്തുണയ്ക്കുന്നത്? എന്തിന്? എന്താണ് അതുകൊണ്ട് നിമി ഉദ്ദേശിക്കുന്നത്? Thank you so much for the question, sir. എനിക്ക് സ്കൂളുകളിൽ തന്നെ ലൈംഗിക വിദ്യാഭ്യാസം വേണം എന്നുള്ളൊരു നിലപാടുള്ള ഒരാളാണ് ഞാൻ. കാരണം ഞാൻ പഠിച്ചിരുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിലാണ്. 120 ആൺകുട്ടികളുടെ കൂടെ ഒരു പെൺകുട്ടിയായിട്ടാണ് ഞാനൊരു 4 കൊല്ലം പഠിച്ചിരുന്നത്. അപ്പോൾ ഒരു 120 ആൺകുട്ടികളുടെ കൂടെ ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടിയായിട്ട് എനിക്ക് അവിടെ ജീവിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, അവരുടെ ഇടയിൽ എനിക്ക് ഇടപെടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, എൻ്റെ വീട്ടിൽ നിന്ന് തന്ന വീട്ടിൽ നിന്ന് അവർ എന്നെ എങ്ങനെയാണോ പഠിപ്പിച്ചത്, both sex education generally doesn't means intercourse. എന്താണ് സെക്സ് എഡ്യൂക്കേഷൻ കൊണ്ടൊന്ന് ഉദ്ദേശിക്കുന്നത്? യു അണ്ടർസ്റ്റാൻഡ് ദി അതർ ജെൻഡർ മച്ച് മോർ ഈസിലി. നമ്മൾ സ്ത്രീ എന്നൊരു നിലയിൽ എനിക്ക് എപ്പോഴും ഒരു പുരുഷ ജെൻഡറിനെ പറ്റിയോ പുരുഷൻ എന്നുള്ള സ്ത്രീ ജെൻഡറിനെ പറ്റിയോ വാട്ട് എവർ മേ ബി നമുക്ക് മറ്റൊരു ജെൻഡറിനെ പറ്റി എപ്പോഴും നല്ലൊരു അറിവുണ്ടായിരിക്കണം എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കണ്ടുവരുന്ന ലൈംഗിക അതിക്രമങ്ങൾ, മറ്റു വീഴ്ചകളെല്ലാം ഇതിൽ നിന്ന് സെക്സ് എഡ്യൂക്കേഷനിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കും. കുട്ടികളെയാണ് നമുക്ക് എപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ പ്രൈമറി ലെവലിൽ എഡ്യൂക്കേഷനിൽ തന്നെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ നമ്മുടെ ഫ്യൂച്ചർ ബെറ്റർ പ്രിപ്പയർഡ് ആയിരിക്കും. നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ഒരു 2 ഫ്ലാറ്റിൽ ഒരാൾ താമസിക്കുന്ന, നേരത്തെ കോണ്ടസ്റ്റൻ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം, 2 ഫ്ലാറ്റിൽ ഒന്നിച്ച് താമസിക്കുന്നത് കണ്ടാൽ ദർ ഈസ് എ പ്രോബ്ലം, വാട്ട് ഈസ് എ സൊല്യൂഷൻ ടു ഇറ്റ്? സോ ഇഫ് സെക്സ് എഡ്യൂക്കേഷൻ ഇസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ സ്കൂൾ സിസ്റ്റം, even if the parents are saying there's a problem that അവരുടെ ഒരു couples ആണ് അവിടെ താമസിക്കുന്നത്, they may badly influence you, the children may be sometimes able to correct their parents. അവർ പറയുമായിരിക്കും, അല്ല അമ്മ, ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, it is not nothing wrong and you have a life being a couple together or respecting or living in whatever may be, living in with your guy friend, boyfriend, couple ആയിട്ട് ജീവിച്ചാലും അതെല്ലാം ഓക്കെ ആണ്. even the children can correct their parents. So definitely, I think sex education shall be introduced into schools. നിമി, കുറെ കയ്യടിയൊക്കെ വാങ്ങിച്ചല്ലോ. താങ്ക് യു സർ. അത് എനിക്കൊരു ഇൻസ്പിറേഷൻ ആവുന്നുണ്ട്. ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ ആൻസർ ചെയ്യണ്ട. എത്ര വയസ്സായി? എനിക്ക് 26 ഇയേഴ്സ്. നമ്മുടെ നാട്ടിലെ ഒരു ഏത് ശരി ഏത് തെറ്റ് എന്ന് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മനസ്സിലാകുന്ന ഒരു പ്രായം എത്രയാണ്? ഒരു പ്രായമായിട്ട് പറയാൻ പറ്റില്ല സാർ. നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ, എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും എനിക്ക് തിരിച്ചറിവ് തരുന്നത്. ആ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടുന്നത് 14 വയസ്സാണെങ്കിൽ മറ്റൊരാൾക്ക് 14 വയസ്സിൽ കിട്ടണമെന്ന് ഒരു നിർബന്ധവുമില്ല. നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ, നമ്മളുടെ മാതാപിതാക്കൾ, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സോഷ്യൽ കോഴ്സുകളെല്ലാമാണ് നമുക്ക് പക്വത വരുത്തുന്നത്. അപ്പോൾ പെർട്ടിക്കുലർലി ഒരു ഏജ് നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല. ഞാൻ 14 വയസ്സായപ്പോൾ എനിക്ക് പക്വത വന്നു, 14 വയസ്സായിട്ട് നിനക്കെന്താ പക്വത ഇല്ലാത്തതെന്ന് എനിക്ക് അവരോട് ചോദിക്കാൻ പറ്റില്ല. എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ആണ് എന്നെ ഞാനാക്കുന്നത്. അതുപോലെ അവരുടെ ലൈഫ് എക്സ്പീരിയൻസ്, അവർക്ക് കിട്ടുന്ന ടീച്ചേഴ്സ്, പാരൻസ്, ഇൻഫ്ലുവൻസസ് അറൗണ്ട് മേ ബി എന്തായിക്കോട്ടെ, അതാണ് അവരെ തീരുമാനിക്കുന്നത്. അപ്പോൾ നിമി പറയുന്നത് അപ്പോൾ ഒരു 16 വയസ്സായാലും 25 വയസ്സായാലും ഒരാളങ്ങനെ മെച്ചുവേർഡ് ആവണമെന്നില്ല? ഇല്ല സർ, ഒരു നിർബന്ധവുമില്ല. 40 വയസ്സായക്കാൾക്ക് മെച്യൂരിറ്റി ഇല്ല. അതുകൊണ്ടാണല്ലോ 2 പേര് ഒന്നിച്ച് താമസിച്ച് കഴിയുമ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നത്, ഇവിടെ തെറ്റല്ലേ നടക്കുന്നത്? ഒരു സ്ത്രീ ഒരു ഇറക്കം കുറഞ്ഞ ഡ്രസ്സ് ഇട്ട് നടന്ന് നിങ്ങൾ എന്തായി കാണിക്കുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കുന്നത്. ഒരു ആൺ സുഹൃത്തും പെൺ സുഹൃത്തും എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ വന്ന് നിന്ന് നിങ്ങൾ ഇതിൽ കൂടി നടക്കാൻ പാടില്ല. അവർ മെച്യൂർഡല്ല. ശരി ശരി. 18